സജു, എന്തായാലും മഹാസഖ്യം വലിയ ആത്മവിശ്വാസത്തിലാണ്. തുടക്കത്തിലെ ചില പാളിച്ചകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ്. അതേസമയം NDAക്കെതിരെ വലിയ ആരോപണങ്ങൾ, നിതീഷ് കുമാറിനെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ എന്താണ് നിലവിലെ സ്ഥിതി? മഹാസഖ്യത്തിൽ എന്ത് നടക്കുന്നു? ഒപ്പം തന്നെ NDA മുന്നണി കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമായി തന്നെ നീങ്ങുന്നുണ്ടോ? മഹാസഖ്യത്തിൽ പൂർണ്ണമായും ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് തന്നെയാണോ? ജിൽസി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മഹാസഖ്യം പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. ഇനിയിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മുന്നോടിയായിട്ട് ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയുള്ള പ്രചാരണം, ആ ഒരു പ്രചാരണ രംഗത്തുമായിട്ട് മുൻപോട്ട് പോകാനാണ് എന്തായാലും മഹാസഖ്യം ഒരുങ്ങുന്നത്. ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാറിൽ എത്തുന്നത്. അദ്ദേഹം ഇന്ന് രണ്ടിടങ്ങളിലാണ് തേജസ്വി യാദവുമായി സംയുക്ത റാലികളിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ 40 അംഗ താരപ്രചാരകരും ഈ ആഴ്ച തന്നെ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ മഹാസഖ്യം ഇന്നലെ നമ്മോട് പ്രതികരിച്ച CPIML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ അടക്കമുള്ളവർ ആത്മവിശ്വാസം തന്നെ ഇന്നലെ നമ്മോട് എന്തായാലും പ്രകടിപ്പിച്ചതാണ്. അതേ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ മഹാസഖ്യ നേതാക്കൾ മുൻപോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് 20 വർഷമായി, 2 പതിറ്റാണ്ട് കാലമായുള്ള നിതീഷ് കുമാർ സർക്കാരിനെതിരെയുള്ള ജനവികാരം അത് കൃത്യമായി വോട്ടിലൂടെ പ്രതിഫലിക്കും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണവും SIRനെതിരായിട്ടുള്ള ജനവികാരവും കൃത്യമായി വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയാണ് മഹാസഖ്യത്തിനുള്ളത്. നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. ഇന്ന് സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയും എത്തിയിട്ടുണ്ട്. എന്തായാലും അവർ കൃത്യമായിട്ട് NDAയുടെ പ്രചാരണ മുഖം തുറക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി എത്തി തേജസ്വി യാദവിനെതിരെയും ലല്ലു പ്രസാദ് യാദവിനെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് 20 വർഷം മുൻപുള്ള RJD ഭരണത്തിലെ ഇവിടെ നിലനിന്നിരുന്ന ജംഗിൾ രാജ് പുനഃസ്ഥാപിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് RJD കോൺഗ്രസൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനമൊക്കെ പ്രധാനമന്ത്രി നടത്തിയിരുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള മറുപടി എന്തായാലും തേജസ്വി യാദവ് നൽകിയെന്ന്, പ്രത്യേകിച്ച് ബീഹാർ നൽകുന്ന സഹായങ്ങൾ എന്തുകൊണ്ട് ഗുജറാത്തിന് നൽകുന്ന സഹായങ്ങൾ എന്തുകൊണ്ട് ബീഹാറിന് നൽകുന്നില്ല? അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ മാത്രമാണ് ബീഹാറിനെതിരെ പ്രധാനമന്ത്രിയും BJP നേതാക്കളും ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി നിയമം അത് ചവിറ്റുകൊട്ടിലെറിയുമെന്നുള്ള പ്രഖ്യാപനം പോലും തേജസ്വി യാദവ് നടത്തിയിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രചാരണ മുഖത്തേക്ക് ബീഹാർ എത്തിയിരിക്കുന്നു. അവസാന ഘട്ടമായപ്പോൾ ദേശീയ നേതാക്കൾ കൂടി എത്തുന്നതോടെ വലിയ പ്രചാരണം തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങൾ കാണാൻ കഴിയുക. ഇന്നലെയാണ് മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. വലിയ പ്രഖ്യാപനങ്ങളാണ് നൽകിയിരിക്കുന്നത്. എല്ലാ വീടുകളിലും ഒരു സർക്കാർ ജോലിക്കാരൻ എന്ന തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം അത് പ്രകടന പത്രികയിലെ ആദ്യ പ്രഖ്യാപനമായി തന്നെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, പ്രത്യേകിച്ച് 3 കോടിയിലധികം യുവാക്കളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ പോയി തൊഴിലിന് വേണ്ടി പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ മടക്കിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള പദ്ധതികൾ, പുതിയ തൊഴിലവസരങ്ങൾ തുറക്കുമെന്നും സ്ത്രീകൾക്കായുള്ള സൗജന്യ പണം അവരുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും പണം നൽകുന്ന പദ്ധതികളടക്കമാണ് എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ തന്നെയാണ് മഹാസഖ്യത്തിൽ നീക്കം. ജനകീയ പ്രഖ്യാപനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJPക്കെതിരെ അല്ലെങ്കിൽ NDA സർക്കാരിനെതിരെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയാണെന്നാണ് ഇന്നലെ നമ്മോട് തേജസ്വി യാദവും പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസം നേതാക്കളുടെ മുഖത്തുണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ നേതാക്കൾ കൂടി സംസ്ഥാനത്ത് എത്തുന്നതോടെ എന്തായാലും പ്രചരണം വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ജിൻസി.